കണ്ണൂർ അഞ്ചരക്കണ്ടി BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതി ചേർക്കപ്പെട്ട ഡോക്ടർ MK റാം ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ഇതര സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ റാമിനായി പോലീസ് തിരച്ചിൽ നടക്കുമ്പോഴാണ് മുൻകൂർ ജാമ്യാപേക്ഷ. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വിവരങ്ങൾ. നേരത്തെ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു റാമിന്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുള്ളത്. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, നിതിൻ രാജുമായി തനിക്ക് യാതൊരു തരത്തിലുള്ള മുൻവൈരാഗ്യവും ഉണ്ടായിരുന്നില്ല. തനിക്കെതിരെയുള്ള കേസ് അടിസ്ഥാനരഹിതമാണ്. താൻ ഈ നിതിൻ രാജിനെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് പരാതി ഒരിടത്തും കാണുന്നില്ല. അതോടൊപ്പം തന്നെ ജാതീയ SC/ST വകുപ്പ് തനിക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ആ വകുപ്പ് നിലനിൽക്കില്ല എന്നും ചൂണ്ടിക്കാണിക്കുന്നു. താൻ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള അധ്യാപകനാണ്. ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് അധ്യാപകരൊക്കെ കേരളത്തിൽ നിന്നുള്ളവരാണ്. താൻ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ല. ചില ആളുകൾ തന്നെ 10 കോടി രൂപ പോലും ആവശ്യപ്പെട്ട് തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് റാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഹർജി അടുത്ത ദിവസം തന്നെ കോടതി പരിഗണിക്കും. നിലവിൽ വെക്കേഷനിലാണ് കോടതിയുള്ളത്. അടുത്ത ദിവസം തന്നെ പരിഗണിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ സെഷൻസ് കോടതി ജാമ്യം തള്ളിയതിന് പിന്നാലെയാണ് റാം ഇപ്പോൾ ഹൈക്കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത്. വിഷ്ണു സുരേഷ്, കൊച്ചിയിൽ നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.